നമസ്കാരം ഡിഗ്രികളെ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? കാന്താരി ചാക്കോച്ചിയാണ്. നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കണ്ടോ. നല്ലൊരു കിടിലൻ ഞണ്ട് റോസ്റ്റ് പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വരാം. വാ. നമ്മുടെ ഞണ്ട് റോസ്റ്റിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ല കിടിലൻ ഞണ്ടാണ്. നമുക്ക് കിട്ടുന്നത് വലിയ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മുടേതായ രീതിയിലാണ് ഞണ്ട് ക്ലീൻ ചെയ്യണേ. ഇതുപോലെ പതുക്കെ പൊട്ടിച്ചെടുക്കുക, അതിന്റെ കാല് പൊട്ടിച്ചിട്ട് ഇതുപോലെ അതിനൊന്ന് നമുക്ക് മുറിച്ചെടുത്ത് മാറ്റാം. പിന്നെ അതിന്റെ ചെറിയ കാലുണ്ടല്ലോ, കാലിലും മാംസം ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം വലിയ ഞണ്ടിന് ഇതിന് മാംസം ഉണ്ടാവും, ചെറുതാണെങ്കിൽ മാംസം കുറവായിരിക്കും, വലിയതിന് മാംസം കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അതിനെ പൊട്ടിച്ച് ഈ കാലുകൾ മാറ്റിയെടുക്കാം. ചെറുതാക്കി ഒന്ന് മുറിച്ച് കൈ കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പിരിച്ചാൽ മതി, കത്തിയൊന്നും വേണ്ട. ഇതിന് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഞണ്ട്. ചില ആളുകൾക്ക് ഇപ്പോഴും ഞണ്ട് നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അതിലൊക്കെ മാംസം ഉണ്ട്, ഈ ചെറിയ ചെറിയ കാലിലൊക്കെ മാംസം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതിന്റെ ഈ വശം മാത്രം തോട് നമുക്ക് പൊളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയല്ല, ബാക്കിൽ നിന്ന് ഈ സാധനങ്ങൾ പതുക്കെ മാറ്റിയിട്ട് പതുക്കെ ഒന്ന് പൊളിച്ചെടുത്താണ്ടല്ലോ. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ സാധനം മാറി കിട്ടും, തോട് മാറി കിട്ടി. അതിന്റെ ഈ ഇതുപോലെയുള്ള ഫിൽറ്റർ എന്ന് പറയും, നമ്മൾ ചെകിള എന്നൊക്കെ പറയില്ല മീനിന്റെ, അതേമാതിരിയുള്ളതാണ് ഫിൽറ്റർ ചെയ്യുന്നത് വെള്ളത്തിന്റെ. അപ്പൊ അത് പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കളയാം. ആ വേസ്റ്റുകളൊക്കെ ഒന്ന് വലിച്ചെടുത്ത് കളയാം. പിന്നെ കഴുകുമ്പോൾ അത് കുറെ ഇത് പോയി കിട്ടും. ആ വെള്ളത്തിന്റെ പൈപ്പ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി, അപ്പൊ ഇതിന്റെ വേസ്റ്റൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കാലിന്റെ ഇത് പതുക്കെ പൊട്ടിച്ചു കളയാം. അതിലേക്ക് നല്ല ഗ്രേവി ഒക്കെ അങ്ങോട്ട് കയറി പറ്റും, അതിന് വേണ്ടിയിട്ടാണേ. ഇതുപോലെ നമുക്ക് 2 പീസാക്കി, 2 ചണ്ടലുള്ളൂ, അപ്പൊ 4 പീസെങ്കിലും വേണം. അപ്പൊ ഇതുപോലെ ചെറിയ അത് വേണ്ട ആവശ്യമില്ല, കൂടുതലുണ്ടെങ്കിൽ വേണ്ട. ഞാനിതുപോലെ 2 പീസാക്കി എടുക്കണം, വലിയ ഞണ്ടായതുകൊണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മസാലയാണ്. മസാലയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 സവോള എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേപ്പിലയും പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് നൈസായി കട്ട് എടുത്തിട്ടുണ്ട്. 3 തക്കാളി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളിനെ. ഒരു 5 വെളുത്തുള്ളി പീസും ചെറിയ കുറച്ച് ഇഞ്ചിയും അത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മൾ എടുത്തിട്ട് കാശ്മീരിയാണ്, ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും, കുറച്ച് മഞ്ഞൾപ്പൊടിയും. പിന്നെ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ സവോള പതുക്കെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് വഴറ്റിയിടണം. അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് ഇതായി കിട്ടും, വാടി കിട്ടും. അതിനുവേണ്ടി സവോളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ചെറിയൊരു ഇത്തിരി തീ കൂട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഈ സമയം അടുത്ത് നിൽക്കണം എന്നുള്ളൂ. ഇളക്കി കൊടുക്കും, പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. ഇപ്പൊ നമുക്ക് വേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കളർ മാറി പതുക്കെ കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. അതിന്റെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി മുളക് പൊടിയും നമ്മുടെ മസാല എടുത്തില്ലേ, ഈ സമയം നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി പതുക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു പച്ചമണം പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് പുളി ചിലർ പിഴിഞ്ഞു കൊടുക്കും, ഈ വാളംപൊടി ഞാൻ ചൊറുക്കിന് ഒഴിച്ചിരുന്ന വിനാഗിരി, പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പുളിപ്പ് വേണം, എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനൊന്ന് വേവ് നമുക്ക് ഉപ്പ് നോക്കി കഴിയുമ്പോൾ ആ ഒരു വേവ് കറക്റ്റ് ആവുമെന്ന് നോക്കണ്ട. ഉപ്പ് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഞണ്ട് നന്നായിട്ട് അതിൽ ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾ അതിൻ്റെ ലെവലാക്കി വെക്കണം. എല്ലാ ഭാഗങ്ങളും ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ, കാരണം അതിനുള്ള ഗ്രേവി ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. തീ ഇത്തിരി കുറച്ചാൽ മതി, തീ കുറച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അത് നമുക്ക് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അധികം വേവില്ലാത്തതുണ്ട്, പെട്ടെന്നേ ആവും.
ഞണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്, പെട്ടെന്ന് ആവുന്നതാണ്. അത് ഒരുപാട് നേരിട്ട് തിളപ്പിച്ച് വേവിക്കുന്നുണ്ട്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. പെട്ടെന്ന് നമുക്ക് റോസ്റ്റാക്കി എടുക്കാനും പറ്റും, പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണി നെയ്ച്ചോറിന്റെ കൂടെയും സാധാ ചോറിന്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തിന്റെ കൂടെയും കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്. ഒരു ചെറിയ പുളിയും ഒരുപാട് പുളിയല്ല, ലൈറ്റ് പുളിയാണ് പറയാം, എന്നാലാണ് ഈ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളെ കിഡ്ലൻ ഞണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇത് കഴിച്ച വേറെ ലെവലാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ സാധനം കഴിക്കുമ്പോൾ നമ്മൾ പരിസരം മറന്നു പോകുമ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാന്ന് പറയുമ്പോൾ ഒരു കറുമുറുന്നുള്ളൊരു സൗണ്ട് ഒക്കെ കേൾക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല, കാരണം അതിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് കഴിച്ചു പോകും. അപ്പൊ അത് മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരോട് നമ്മളെ ബെൽ ബട്ടണൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനോടും ഒന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യട്ടെ നമ്മുടെ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോകൾ പെട്ടെന്ന് വരും. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവരോടും ബൈ.